സൂരജ്, നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങളെക്കാൾ അതിൻ്റെ ഭീകരത മനസ്സിലായത് ആ CCTV നമ്മൾ പുറത്തുവിട്ട, അല്ലെങ്കിൽ സൂരജ് പുറത്തുവിട്ട CCTV ദൃശ്യം കാണുമ്പോഴായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അതിന് തൊട്ട് മുൻപ് കുറേയധികം ഓട്ടോയും വണ്ടിയൊക്കെ റോഡിൽ ഉണ്ടായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് വണ്ടി മാറിയ സമയത്ത് വന്ന് കറക്റ്റ് ലാൻഡ് ചെയ്തു ഈ പറയുന്ന മേൽക്കൂര. സൂരജ്, അശ്മി, പ്രകൃതി കാത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഭാഗ്യമാണ് ഈ അപകടത്തിൽ തൃശൂർ നഗരത്തിൽ ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഭീതിപ്പെടുത്തുന്ന അതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഒരു പേപ്പർ വീഴുന്നത് പോലെയാണ് ആ മേൽക്കൂര പറന്നു വരുന്നതെങ്കിലും പക്ഷെ അത് വീണാലുണ്ടാകാവുന്ന അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. 2 ഓട്ടോറിക്ഷകൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ആദ്യം ഒരു ഓട്ടോറിക്ഷ പോയതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത ഓട്ടോറിക്ഷ വരുന്ന ഗ്യാപ്പിനിടയിലാണ് ഈ ഷീറ്റ് വീഴുന്നത്. ഇത് കണ്ട് രണ്ടാമത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നാലെ വാഹനങ്ങൾ നിരനിരയായി വരുന്നുണ്ട്. ആ സമയത്ത് മഴ പെയ്തു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രികരെല്ലാം തന്നെ ഈ തൊട്ടടുത്ത കടയിലും മറ്റും കയറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രികരോ കാൽനട യാത്രക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് ഭാഗ്യം തുണച്ചത്. പക്ഷേ കാശ്മീർ, ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു, അത് കോർപ്പറേഷന്റെ വീഴ്ചയാണ്. നമ്മൾ പുറത്തുവിട്ട ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ മേൽക്കൂരയുടെ ഒരു തൂൺ മുകളിലത്തെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴാവുന്ന തരത്തിൽ നിൽക്കുകയാണ്. ആ കെട്ടിടത്തിലെ ഈ മേൽക്കൂര തകർന്നിരിക്കുകയാണെന്ന പരാതി വന്ന സമയത്ത് ഈ കോർപ്പറേഷൻ അധികൃതർ ചെയ്തത് അത് മനസ്സിലാകാതിരിക്കാൻ, അതായത് ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകാതിരിക്കാൻ ആ തൂണ് മുറിച്ചു മാറ്റിയതിനു ശേഷം കേടുവന്ന മേൽക്കൂര അതേപടി നിലനിർത്തുകയായിരുന്നു. ഇന്ന് മഴ പെയ്തോടുകൂടി വീണ്ടും ആ മേൽക്കൂരയുടെ അടുത്ത തൂൺ കൂടി ഒടിഞ്ഞതിനു ശേഷമാണ് ഈ മേൽക്കൂര ഇത്തരത്തിൽ താഴേക്ക് പതിച്ചത്. കോർപ്പറേഷന് വീഴ്ചയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തെളിയിക്കുന്ന ചിത്രമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മേയറോട് പ്രതികരണം തേടിയ സമയത്ത് മേയർ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അന്വേഷിക്കാം, കണ്ടെത്തട്ടെ, തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊക്കെ മേയർ പറയുന്നുണ്ട്. പക്ഷേ ഗുരുതരമായ വീഴ്ച അത് കോർപ്പറേഷൻ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ, സൂരജാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. സൂരജാണ് ഈ CCTV ദൃശ്യങ്ങളും ആദ്യം പ്രേക്ഷകർ 24 ആണ് പുറത്തുവിടുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ അതിന് താഴെ സൂരജ് ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ താഴെ ആൾക്കാരോ ഉണ്ടായിരുന്നെങ്കിൽ, അതിന് താഴെ വാഹനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലാഘവത്തിലൂടെ ആവില്ല ആ വാർത്തയെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുക. സൂരജ്, ഹാഷ്മി, തീർച്ചയായും. അതായത് അതിന് താഴെ ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ രാത്രി നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മാറാൻ പോലും കഴിയാത്ത. സൂര്യ നേരത്തെ പറഞ്ഞ ചിത്രം ഇതാണ്. ഈ പറയുന്ന തൂണ് പ്രശ്നമാണെന്ന് പറഞ്ഞു, പുറത്തു നോക്കുമ്പോൾ കാണാമായിരുന്നു. അപ്പോൾ തൂണിൻ്റെ ആ ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് ഈ പറയുന്ന ഐറ്റം നമ്മൾ പറന്ന് താഴോട്ട് വന്ന ആ സാധനം അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ചു. ആരും അറിയുന്നില്ല. അപ്പോൾ ആ തൂണിൻ്റെ പ്രശ്നം പുറത്ത് കാണാനുമില്ല. ആ മേൽക്കൂര അവിടെ ഇരുന്നു. പക്ഷേ മഴയും കാറ്റും വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം അങ്ങനെ പറന്ന് റോഡിൽ വന്ന് പതിച്ചത്. സൂരജ്, പറയൂ. കാശ്മീർ, അത് തന്നെയാണ് കാശ്മീർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രകൃതി കാത്തു എന്നുള്ളത്. ഈ മേൽക്കൂരക്കടിയിൽ ഒരു വാഹനം വന്ന് പെട്ടിരുന്നെങ്കിൽ പോലും ഇന്നത്തെ രാത്രി എങ്ങനെ പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാശ്മീർ, ആ മേൽക്കൂരയുടെ തൂൺ ഇളകിയ സമയത്ത് തന്നെ അത് അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇതൊരിക്കലും ഈ അപകടം സംഭവിക്കില്ല. പക്ഷേ വളരെ നിരുത്തരവാദിത്തപരമായി പെരുമാറി എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ പോലും ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികളെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നതാണ്. അതിന് മുകളിൽ ഒരു പത്രസ്ഥാപനമുണ്ട്, വീക്ഷണത്തിന്റെ പത്രസ്ഥാപനം പ്രവർത്തിക്കുന്ന അവിടെയാണ്. അവർ വാർത്തയടക്കം പ്രസിദ്ധീകരിച്ചതാണ്. ആ സമയത്ത് കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഈ മാധ്യമപ്രവർത്തകരടക്കം വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് ഇത് ഇനി വാർത്തയാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ആ തൂൺ അങ്ങ് മുറിച്ചു മാറ്റി അത് മുകളിലേക്ക് എടുത്തിടുകയും ചെയ്തു. ആ തൂണ് മുകളിൽ കിടക്കുന്നുണ്ട്. ആ തൂൺ മുറിച്ചു മാറ്റി പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതി. പക്ഷെ നല്ല കാറ്റ് വീശിയതോടുകൂടി അടുത്ത തൂണിൽ നിന്ന് ആ മേൽക്കൂരയുടെ ബന്ധം വേർപെട്ട താഴേക്ക് പറന്നു വീഴുകയായിരുന്നു. ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ജനത്തിരക്കാണ് ഈ മേഖലയിൽ എന്നുള്ളത്. എന്തായാലും വലിയൊരു അപകടം, അത് ഒഴിവായി, അത് ആശ്വാസം തന്നെയാണ്. പക്ഷേ നിരുത്തരവാദിത്തപരമായ ഇടപെടൽ ആണ് ഇത് നയിച്ചത്, ഇത്തരമൊരു അപകടസ്ഥിതിയിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വലിയ ദുരന്തമുണ്ടാവാത്തത്, വലിയ ജീവഹാനി ഉണ്ടാവാത്തത് ആരുടെയോ ഭാഗ്യം. എന്തായാലും ഇനി അത്തരത്തിൽ തൊട്ടിലെന്ന മട്ടിലിരിക്കുന്ന മേൽക്കൂരകൾ എവിടെയൊക്കെ ഉണ്ട് എന്നത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലോ കാര്യങ്ങൾ.